മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ശിവാങ്ക് ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട് ബ്രോ? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ യുണൈറ്റഡ് ഒക്കെ ഓരോ ആൾക്കാരെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ന്യൂസും കേൾക്കുന്നില്ലല്ലോ, എന്താണ് സംഭവിക്കുന്നത്? ഒന്നുമില്ല, ഔട്ട് ഗോയിങ്സും ഇല്ല. കുറെ പേര് ഫ്രീ ട്രാൻസ്ഫറിൽ പോയി, ഒരാളും വരുന്നില്ല. ഒരു സാധാരണ ലിവർപൂളിന്റെ വിൻഡോ, എല്ലാ വിൻഡോയിലും പ്ലേയേഴ്സിനെ മേടിച്ചു കഴിഞ്ഞാലും ഭയങ്കര ലിങ്ക് ഒക്കെ ഉണ്ടാവും. ഇത് ലിങ്ക് പോലും ഇല്ല. കുറെ അൺറിലയബിൾ ആയിട്ടുള്ള കുറെ സോഴ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറെ ലിങ്കുകളാണ് വരുന്നത്. കുറെ എന്ന് വെച്ചാൽ ഒരു പൊസിഷനിലോട്ട് തന്നെ 7-8 പ്ലേയേഴ്സിന്റെ ലിങ്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ബേസിക്കലി അവർ വെറുതെ ഇരിക്കാന്ന് തന്നെ തോന്നുന്നു. കാര്യം കുറെ ഇപ്പൊ ക്രിസ് ബസ്കോംബ് ഒക്കെ പറയുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ കുറെ നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല, വെറുതെ. എനിക്ക് ആ റിച്ചാർഡ് ഹ്യൂസിന്റെ പ്രസ് കോൺഫറൻസ് കണ്ടപ്പോൾ തന്നെ എന്റെ ഈ വിൻഡോ പോക്കായിരിക്കും എനിക്കറിയാം. കാര്യം അയാൾ പറഞ്ഞു ഓപ്പർച്യൂണിസ്റ്റിക് വിൻഡോ ആയിരിക്കും. എന്തെങ്കിലും എന്തോ ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പത്തെ മാർക്കറ്റിൽ DM-ന് 20 മില്യൺ, മൈക്കിൾ എഡ്വേർഡ്സ് 4 കൊല്ലം മുമ്പ് സൈൻ ചെയ്ത പോലെ ഇപ്പൊ എവിടെയാണ് DM-നും സെന്റർ ബാക്കിനൊക്കെ 20-25 മില്യൺ ഒരിക്കലും കിട്ടൂല. ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതില്. നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുക, ഉള്ള പൈസ 200 മില്യൺ 150 മില്യൺ ഉണ്ടെങ്കിൽ അതങ്ങ് സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി വല്ല പ്ലെയർ സെയിൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വീണ്ടും മേടിക്കുക ആവശ്യമുണ്ടെങ്കിൽ. അതുമില്ല, ഒന്നുമില്ല. അതിൻ്റെ കൂടെ പ്ലെയേഴ്സിന് കോൺട്രാക്ട് എക്സ്റ്റൻഷനും ആയിട്ടില്ല. അത് അതിലും വലിയ കഷ്ടം. എല്ലാം കൂടെ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ് വിൻഡോ. അതെ, ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് പൈസയുടെ പ്രശ്നമാണെങ്കിൽ മോസലിന് സൗദി ലീഗിലേക്ക് പോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചിലപ്പോൾ ഒരു 70-100 മില്യൺ റേസ് ചെയ്യാൻ പറ്റും. എഡേഴ്സൺ പോകുന്നുള്ള റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പ്ലേയേഴ്സിനെ ഔട്ട് ഗോയിങ് ആയിട്ട് ലിങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഔട്ട് ഗോയിങ് ഫ്രീസ്ഡ് ആണ്. കുറെ ഇഞ്ചുറി കഴിഞ്ഞ് കുറെ പ്ലേയേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താണ് സ്ലോട്ടിന്റെ ഒരു പ്ലാൻ? പുള്ളി ഈ ഒരു യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് ഒരു സ്ക്വാഡ് ഓടിക്കാനാണോ പരിപാടി? അല്ലെങ്കിൽ ലിസ്റ്റ് നോക്കുമ്പോൾ പേപ്പറിൽ നല്ല ടീമാണ്, പക്ഷെ ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സീസണും തുടങ്ങുമ്പോൾ പറയുമോ സ്ക്വാഡ് ഡെപ്ത് ഒക്കെ ഓക്കെ ആണ്, എല്ലാ പൊസിഷനിലും 2 പേര് അവൈലബിൾ ഉണ്ട്. 2 പേര് ഇഞ്ചുറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്ലെയറിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ഉണ്ടാവില്ല, CDM ഉണ്ടാവില്ലാത്ത സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വന്നതിന് ശേഷം എക്സ്പെക്ടേഷൻ നമ്മൾ പറഞ്ഞത് പുള്ളി റീബിൽഡിലേക്ക് പോകും, ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരും. അറ്റ്ലീസ്റ്റ് പുള്ളി ആ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ FSGയുടെ സൈഡിൽ നിന്ന് ഒരു അനക്കം ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ അമേരിക്കൻ ഓണേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അമേരിക്കൻ ഓണേഴ്സിന് അവർക്ക് പപ്പറ്റ് ആയിട്ടുള്ള ഒരു മാനേജറിനെ വേണം. ഇപ്പോൾ ചെൽസി പോയി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നമുക്ക് ഈ എൻസോ മറസ്കയുടെ ഇപ്പോൾ പ്രസ് കോൺഫറൻസ്, ഇപ്പോൾ ആർനെ സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ്, ഇപ്പോൾ അമേരിക്കൻ ഓണർഷിപ്പിന്റെ അണ്ടറിലുള്ള ഏത് ക്ലബിന്റെ അണ്ടറിലുള്ള മാനേജേഴ്സിന്റെ പ്രസ് കോൺഫറൻസ് കണ്ടാൽ മനസ്സിലാവും അവർക്ക് അവിടെ വോയിസ് ഇല്ല. എല്ലാം തീരുമാനിക്കുന്ന ഓണേഴ്സോ അല്ലെങ്കിൽ ഇവരായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഇവരുടെ ക്ലബിന്റെ മറ്റേ സ്കൗട്ടിംഗ് ഹെഡോ ഇവരൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞാൽ പൈസ പൊട്ടിക്കാൻ വയ്യ. അതാണ് മെയിൻ സംഭവം. ഇപ്പൊ ആർനെ സ്ലോട്ട് പറയുന്നത് ഇയാൾക്ക് ഫുൾ അസസ് ചെയ്യണം. 3 ആഴ്ചയായി ട്രെയിനിങ് നടത്തി. ഇപ്പൊ അസസ് ചെയ്യാൻ മാത്രം ഇപ്പോൾ മെയിൻ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലേയേഴ്സ്, അതായത് ഇപ്പൊ സലയോ അല്ലെങ്കിൽ ട്രെൻറ്റ്, അവരെയൊക്കെ വിടും. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ റീബിൽഡ് വേണ്ട സ്ഥലത്തെ DM സൈഡിൽ ആകെ 2 പേരേ ഉള്ളൂ. സെന്റർ ബാക്ക് സൈഡ് ഭയങ്കര സ്ലിമ്മാണ്. ഒരാൾക്ക് ഇഞ്ചുറി വന്ന് തീർന്നു. അതാണ് മിക്കവാറും കൊണാട്ടെ ആയിരിക്കും. കൊണാട്ടയ്ക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് കളിക്കും? ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റോബർട്ട്സൺ ഇഞ്ചുറി വന്ന സിമിക്കാസിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സിമിക്കാസിനൊക്കെ ഒരു 2019 കളിപ്പിക്കുന്ന പോലെ അല്ല ഇപ്പൊ കളിപ്പിച്ചു കഴിഞ്ഞാൽ. ഒന്നാമത് ഇപ്പൊ എല്ലാ ക്ലബും 4 സ്ഥലത്തും സെന്റർ ബാക്സ് ആക്കി. അത് വേണ്ട, മര്യാദക്കുള്ള ഫുൾ ബാക്സിനെ അവിടെ കളിപ്പിക്കും, അതുമില്ല. അപ്പോ നമ്മൾ പറയുന്നത് നമ്മള് ഞാൻ അറിയില്ലേ, സെയിം ആ പ്രസ് കോൺഫറൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. വിൻഡോ ഇപ്പൊ ഫുൾ ഒരു നല്ല ടാലന്റഡ് ടീം ഉണ്ട്, നല്ല പ്ലേയേഴ്സ്. ഇവർ അക്കാഡമിനെയൊക്കെ വിശ്വസിച്ചാണ് ഇവർ ഇരിക്കുന്നത്. അക്കാഡമിയിലുള്ള 18-16 വയസ്സുള്ള പിള്ളേർ. ഇപ്പൊ ചെൽസിയിലെ ഏതൊരു പയ്യനെ സൈൻ ചെയ്തിട്ടുണ്ടാവും, നല്ല പ്ലെയറാന്നൊക്കെ പറയുന്നു. നമ്മളിവിടെ ഇപ്പൊ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ട്രസ്റ്റ് ചെയ്തിരുന്നിട്ട് ഇവര് മോശമായിട്ട് ചെയ്ത് ഇവരെ കുറ്റം പറയുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് ഇവരെന്ത് റിസ്ക് ആണ് എടുക്കുന്നത്. ഇത് ഭയങ്കര വലിയ റിസ്ക്. കാര്യം സൈനിങ്സ് ഒന്നും നടത്തില്ല. അല്ലെ വല്ല 20 മില്യന്റെ വല്ല എൻഡോനെ കൊണ്ടുവന്ന പോലെ വല്ല ഒരു അങ്ങനത്തെ സൈനിങ് ഒക്കെ ആണെങ്കിൽ ശരിക്കും ഇവരിക്കും ഒട്ടും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. യുണൈറ്റഡ് ഒക്കെ അവരിപ്പോ ഒരു വലിയ ബേസ് അവിടെ ഉണ്ടാക്കി. ഇപ്പോ അവര് ഫ്യൂച്ചറിലേക്കുള്ളൊരു വലിയ ബേസ് ആണത്.
ഇപ്പോൾ ഡിഫൻസിലാണെങ്കിലും അവർ വേണ്ടാത്ത പ്ലേയേഴ്സിനെയൊക്കെ ഒഴിവിട്ടെ, ഗുഡ്സിനെയൊക്കെ അവർ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാ ഓണർഷിപ്പിന്റെ ഗുണമാണ്. അത് അമേരിക്കൻ ഓണേഴ്സിൽ നിന്ന് ആ ഒരു വേറെ ആംബിഷ്യസ് ആയിട്ടുള്ള നല്ല ഓണേഴ്സിനോട്ട് മാറിയപ്പോൾ ഇതാണ്. അപ്പോൾ അതൊന്നും നടക്കുന്നുമില്ല. കുറെ എല്ലാ ദിവസവും ഓരോ സ്റ്റാഫുകൾ കയറുന്നുണ്ട് ഉള്ളിലോട്ട്, ഓരോ ദിവസവും ഓരോ സ്റ്റാഫ് കയറുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവര് പെർഫോമൻസ് ഹെഡ്, ആ ഹെഡ്, ഈ ഹെഡ് കുറെ പേര് കയറുന്നു. അല്ലാണ്ട് ഇതുകൊണ്ടൊരു കാര്യമില്ല. ഈ പെർഫോമൻസ് ഹെഡൊക്കെ കയറണമെങ്കിൽ നല്ല പ്ലേയേഴ്സ് അവിടെ വേണ്ടേ. അല്ലാണ്ട് ഇവര് ഈ കൊള്ളില്ലാത്ത പ്ലേയേഴ്സ്, കൊള്ളില്ലെന്നല്ല, ഇപ്പൊ ഉള്ള ടീമായിട്ട്, അതായത് സിറ്റി ആയിട്ടാണെങ്കിലും ഇപ്പൊ എല്ലാ ക്ലബുകളും സൈനിങ്സ് നടത്തുന്നുണ്ട്. ഇപ്പൊ മൈക്കിൾ എഡ്വേർഡ്സ് പറയുന്നത് വലിയ സ്മാർട്ട് ഡീൽസ് നടത്തും. മൈക്കിൾ എഡ്വേർഡ്സ് ഭയങ്കര ഹൈപ്പായിരുന്നു, ഞാൻ വരെ ഭയങ്കര സന്തോഷിച്ചു. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. റിച്ചാർഡ് ഹ്യൂസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ചെറിയൊരു ക്ലബിൽ നിന്ന് ഒരു മാനേജറെ ഒരു ചെറുത് ഇൻ ദ സെൻസ് ഇപ്പൊ പർട്ടിക്കുലർ ലീഗിൽ ഒരു ചെറിയ പൊസിഷനിൽ നിൽക്കുന്ന മാനേജർ അല്ലെങ്കിൽ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ നമ്മളൊരു വലിയ ക്ലബിലോട്ടുണ്ടെന്ന് അവര് മാക്സിമം അവർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെങ്കിലും അവരുടെ ബുദ്ധി അവർക്ക് റീച്ചോ അവരുടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ആ ചെറിയ ക്ലബിന്റെ എൻവയോൺമെന്റ് ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ ഗ്രാം പോട്ടർ ബ്രൈറ്റണിൽ നിന്ന് ചെൽസിയിൽ വന്നു. ഗ്രാം പോട്ടറിന് എന്ത് വലിയ ടാക്ടിക്കൽ ഐഡിയോളജി ഉണ്ടെങ്കിലും ഗ്രാം പോട്ടർ ബ്രൈറ്റണിൽ എങ്ങനെയാണോ അവർക്ക് നീഡ്സ് ഉള്ളത് അതുപോലെ ചെൽസിയിൽ കളിപ്പിക്കുള്ളൂ. ബ്രൈറ്റൺ ഇത്രയും മതി, ഇവിടെ എത്തിയാൽ മതി. അതുപോലെ തന്നെ ചെൽസി, അത് തന്നെ റിച്ചാർഡ് ഹ്യൂസും ചെയ്യുന്നു. ബോർണ്മത്തിൽ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അതൊന്നും ഇവിടെ ഒന്ന് കാണിക്കുന്നു. അപ്പൊ നമുക്കിപ്പോ ബാക്ക് റൂം സ്റ്റാഫ്, ഞാൻ പറഞ്ഞില്ല, എല്ലാ ആഴ്ചയും ബാക്ക് റൂം സ്റ്റാഫുകൾ കുറെ കയറുന്നുണ്ട്, കുറെ കോച്ചിങ് സ്റ്റാഫ്, അത് ഇത് ഗോൾ കീപ്പേഴ്സിന് നോയിസ് ക്യാൻസലേഷനുള്ള ഹെഡ്ഫോൺ വെച്ച് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന എല്ലാം ചെയ്യുന്നത്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇൻകമിങ്സും ഇല്ല, ഔട്ട് ഗോയിങ്സും ഇല്ല. ഫ്രീ ഏജന്റ് ആയിട്ട് 2-3 പേരെ വിട്ടു. പിന്നെ ഒരു ഔട്ട് ഗോയിങ്സ് ആണെങ്കിൽ ഇവര് വിൽക്കാനിട്ടിരിക്കുന്നത് റീസ് വില്യംസിനെയും നാറ്റ് ഫിലിപ്സിനെയൊക്കെ. ഇവരൊക്കെ വിറ്റ് കഴിഞ്ഞാൽ 10 മില്യൺ പോലും കിട്ടൂല. അപ്പൊ ഇവരെന്നിട്ട് എന്ത് വിശ്വസിച്ച ഇവര് പറഞ്ഞ ഓഗസ്റ്റ് ആണ് ബിസി മന്ത്. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ പ്ലേയേഴ്സിന്റെ വില കൂടും. ഇവര് വിൻഡോടെ എൻഡ് ആവുമ്പോ ഇവര് വില കൂട്ടും പ്ലേയേഴ്സിന്റെ ക്ലബ്സ്. കുറെ പ്ലേയേഴ്സ് ആയിട്ട് ലിങ്ക് കേൾക്കുന്നുണ്ട്, സുബിമെൻഡി, അത് ഏതെങ്കിലും ഒരാളെങ്കിലും ഒരു ഗ്യാരണ്ടിക്ക് മേടിക്ക്, അതും ഇല്ല. എന്താണ് നടക്കുന്നത് പോലും അതിലൂടെ. എസ്പെഷ്യലി ഇപ്പോൾ പ്രീ സീസൺ പുതിയ കോച്ചിന് ഒരു പ്രോപ്പർ പ്രീ സീസൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് പരീക്ഷിക്കാനുള്ള ഒരു ടൈമാണ്. ഇപ്പോൾ വേറെ ഫോർമേഷൻ പരീക്ഷിക്കാം, വേണമെങ്കിൽ ഒരു പ്ലേയേഴ്സിനെ ഒരു ബാക്കപ്പ് ആയിട്ട് മിഡിലേക്കോ അല്ലെങ്കിൽ വേറെ റോളിലേക്കൊക്കെ ചെയ്യാം. ഇതിപ്പോ ലാസ്റ്റ് ഡേ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം പോലും ഇല്ല. പിന്നെ ഇത് തന്നെയാണ്, കളി തുടങ്ങി പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ബാക്ക് എൻഡിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ടീമായിട്ട് ജെല്ലായി വരണമെങ്കിൽ ഒരു 10 മാച്ചെങ്കിലും മിനിമം എടുക്കും. അപ്പോഴത്തേക്കും റിസൾട്ടൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പ്രീ സീസൺ ഉള്ള സമയത്ത് പുതിയ കോച്ചിന് പ്ലേയേഴ്സിനെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഏർലി സൈനിങ് കൊടുക്കുക. അത് മോശമായാലും നല്ലതായാലും ഏർലി സൈനിങ് കോച്ചിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കൊരു 1 മന്ത് കിട്ടും. അവരെ കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിലായാലും ഫ്രണ്ട്ലിയിലായാലും അല്ലെങ്കിൽ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പറ്റും. ഇപ്പൊ എസ്പെഷ്യലി സ്ലോട്ടിന്റെ ഒരു മെത്തഡോളജി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി അറ്റാക്കിംഗ് ടീമാണ്. പക്ഷെ ഈ യങ്സ്റ്റേഴ്സിനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മെത്തഡോളജി പരീക്ഷ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു റിസ്ക് ഫാക്ടർ ഇല്ലേ, ഒരു സൈനിങ്സ് ഇല്ലെങ്കിൽ. സപ്പോസ് നിങ്ങൾ ആരെങ്കിലും സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി ആ ഒരു മെത്തേഡിൽ തന്നെ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി കൗണ്ടർ ഒക്കെ വരുന്ന സമയത്ത് ആ CDM റോൾസ് ഒക്കെ ക്രൂഷ്യൽ ആണ് പുള്ളിയുടെ സിസ്റ്റത്തിൽ. കാരണം 8 പ്ലെയർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ മറ്റേ ഹാഫിലേക്ക് പോകുന്നുണ്ടാവും, ആകെ 2-3 പ്ലെയർ ബാക്കിൽ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഒരു യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മള് ഇപ്പൊ സ്ലോട്ടിന്റെ എന്നല്ലേ ലോകത്തുള്ള ഏത് സിസ്റ്റത്തിനാണെങ്കിലും ഒരു DM, നല്ല DM വേണം. ഇപ്പൊ പോസ്റ്റക്കോഗ്ലൂടെ സിസ്റ്റത്തിൽ അവിടെ ബിസൂം ഇല്ലെങ്കിൽ പോസ്റ്റക്കോഗ്ലു ഒരിക്കലും അത്ര ഫ്രീഡത്തോടെ അറ്റാക്ക് ചെയ്യില്ല. അവിടെ ഒരാളോ അല്ലെങ്കിൽ 3 at the back കളിക്കും. DM ഇല്ലാത്തവർക്കുള്ള ഒരു എക്സ്ക്യൂസ് ആണ് 3 at the back. അപ്പോൾ ലോകത്തുള്ള ഏത് നല്ല ടീമിനും, ഏത് ട്രോഫി അടിക്കുന്ന ടീമിനും, ഏത് വിന്നിങ് ടീമിനും, ജയിച്ചിട്ടുള്ള ഏത് ടീമിനും ഒരു നല്ല DM ഉണ്ട്. ട്രബിൾ അടിച്ചിട്ടുള്ള ഏത് ടീമിനും, ഇപ്പോൾ ബയൺ മ്യൂണിച്ച് സെക്സ്റ്റബിൾ അടിച്ചിട്ടുള്ള ബയണിനാണെങ്കിലും നല്ല ഫോമിലുള്ള ഒരു ഗൊററ്റ്സ്ക അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ അല്ല അയാൾ, പക്ഷെ അവിടെ ഒരു ബോൾ വിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ ടാക്ടിക്കലി എന്ത് സൂട്ട് ചെയ്യുന്നൊന്നുമല്ല. ഇപ്പൊ സ്ലോട്ടിന്റെ സിസ്റ്റത്തിന് അവിടെ ഒരു DM വേണം. സ്ലോട്ടിന്റെ അയാളുടെ ഫെനോർത്ത് സിസ്റ്റത്തിലാണെങ്കിലും അയാൾ മുമ്പ് കളിപ്പിച്ചിട്ടുള്ള ക്ലബിൽ ആൻഡ്വർപ്പിലാണെങ്കിലും പുള്ളിക്ക് അവിടെ നല്ലൊരു DM ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ഫെനോദില് അവിടെ മാച്ച് സേഫർ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഡിഫൻസ് മിഡ്ഫീൽഡർ. അല്ലാണ്ട് ഇവിടെ ഉള്ള പോലെ ഒരു 18 വയസ്സുള്ള പയ്യനും ഒരു എൻഡോ അല്ല ഉള്ളത്. എൻഡോനെ കുറ്റപ്പെടുത്തല്ലോ, പക്ഷെ എൻഡോന് പ്രീമിയർ ലീഗ് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പ്രീമിയർ ലീഗ് പേസിന് പറ്റുന്ന ഒരു പ്ലെയർ അല്ല എൻഡോ. എൻഡോ ശരിക്കും പറഞ്ഞ പ്രോപ്പർ ആ ജർമ്മൻ ഫുട്ബോളിൽ ഡിസ്റപ്ഷന് പറ്റിയൊരു പ്ലെയർ. അല്ലാണ്ട് എൻഡോ ഒരു പ്രീമിയർ ലീഗ് പറ്റില്ല. നമ്മളിപ്പോൾ എൻഡോ എത്ര ക്വാളിറ്റി ഉണ്ട്, 2-3 മാച്ചൊക്കെ നല്ലോണം കളിച്ചു ശരി, പക്ഷെ അല്ലാണ്ട് എൻഡോന് അതിനുള്ള ക്വാളിറ്റി ഇല്ല. നമ്മളത് സമ്മതിച്ചേ പറ്റും. അത് ആരായാലും ഇപ്പോൾ ലിവർപൂൾ ഫാൻസ് ആണെങ്കിലും കുറെ പേര് ബാക്കി നിന്ന് പുള്ളിക്ക് വിന്നിങ് മെന്റാലിറ്റി അതൊക്കെ ഓക്കെ, ഡ്രസ്സിംഗ് റൂം പ്രസൻസ് ഒക്കെ ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഒരു നല്ല ഡി എം ആണ് ബേസ്. അതാണ് യുണൈറ്റഡ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് യുണൈറ്റഡ് മാർക്കറ്റിൽ ഇപ്പോഴും കിടന്ന് ഓടുന്നതിന് ഒരു നല്ല ഡി എമ്മിന് അവർ സൈൻ ചെയ്യുകയും ചെയ്യും, നല്ലൊരു ഡി എമ്മിനെ സൈൻ ചെയ്യും. അപ്പോൾ ഒരു ഡി എം ഇല്ലാണ്ട് ഇവർ എന്ത് റിസ്ക് ആണ് ഇവർ എടുക്കുന്നത്. ഒന്നാമത് സ്ലോട്ടിന്റെ സ്ഥിതിയിൽ ബ്രോ പറഞ്ഞാൽ 8 പേരൊക്കെയാണ് അറ്റാക്കിങ്ങിന് പോകുന്നത്, 7-8 പേര് അറ്റാക്കിങ്ങിന് പോകും. 2 സെന്റർ ബാക്ക് ഒരു ഡി എമ്മേ ഉള്ളൂ. അവിടെ ഡി എമ്മിനെ അവിടെ ആ പയ്യൻ ബാജറ്റിസിനെ കൊണ്ടിട്ട എന്തിനാ അവരിങ്ങനെ ഫാൻസി ചെയ്യാൻ നോക്കുന്നത്? ബാജറ്റിച്ച് ഓക്കെ, ക്വാളിറ്റി പ്ലെയർ എന്നൊക്കെ ഓക്കെ, പക്ഷെ ഈ പയ്യൻ മിസ്റ്റേക്ക് വരുത്തി ഈ പയ്യൻ തന്നെ ചീത്തയാക്കുന്നുണ്ട്. ടീമിന് നഷ്ടമാണ്. അപ്പോൾ ഇത്രയും നല്ല സീലിംഗ് ഉണ്ട്, പൊട്ടൻഷ്യൽ സീലിംഗ് ഉണ്ടെന്ന് പറയുന്ന ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു ബേർഡൻ തലയെ കൊണ്ട് കൊടുത്തിട്ട് അത് ടീമിന് വർക്കാല്ലേ, ടീമിനും നഷ്ടം അവനും നഷ്ടം. അതിലും ഭേദം ഇപ്പൊ റിലീസ് ക്ലോസ് ഉള്ള ഡി എംസ് ഉണ്ട് മാർക്കറ്റിൽ. ഒന്നുമില്ല, ബിഡിങ് ഒന്നും ചെയ്യേണ്ട, റിലീസ് ക്ലോസ് പേ ചെയ്താൽ മതി. 55-60 മില്യൺ യൂറോസ്, അതായത് പൗണ്ടിലോട്ട് വരുമ്പോൾ കുറയും. അപ്പൊ അതങ്ങ് കൊടുത്ത് മേടിച്ചാൽ മതി. അത് കൊടുക്കാണ്ട് ഒരു ഡി എം ആണ് വേണ്ടത്. ആരെയും സൈൻ ചെയ്യണ്ട, ഒരൊറ്റ ഡി എമ്മിനെ അങ്ങ് സൈൻ ചെയ്താൽ മതി. ഒരു ഡി എമ്മിനെ ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്താൽ മതി. അത് സൈൻ ചെയ്യാണ്ട് ഇത് ശരിക്കും റിസ്ക് ആണ്, പ്രോപ്പർ റിസ്ക് ആണ്. എന്നിട്ട് ഇതൊരു എക്സ്ക്യൂസ് ആണ്. പറഞ്ഞില്ല, നമ്മൾ പ്രീ സീസൺ ചില ടീമുകൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്, പക്ഷെ ചില ടീമുകൾക്ക് കുറെ കൊല്ലമായിട്ട് അതൊരു എക്സ്ക്യൂസ് ആണ്. അതായത് ഇവർ പ്രീ സീസണിൽ നല്ലോണം കളിച്ച പറയും പ്ലേയേഴ്സ് ഒക്കെ നല്ലോണം അഡാപ്റ്റ് ആയി, പിന്നെ നമുക്ക് പൊളിക്കാം. ഇവർ കപ്പ് ജയിച്ചാലും ഇവർ പറയും നല്ല പ്രീ സീസൺ ആയിരുന്നു. ഇവർക്ക് നല്ല മോശം സീസൺ ആണെങ്കിൽ ഇവർ പറയും പ്രീ സീസൺ മോശമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഇവര് ഈ പയ്യന്മാരെല്ലാം കുറെ അക്കാഡമി പിള്ളേരെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. 16 വയസ്സുള്ള പിള്ളേരെയൊക്കെ അമേരിക്കയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവരെങ്ങനെ സീസൺ മോശമായി ഇരിക്കട്ടെ, ജസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയാൽ തന്നെ ഭാഗ്യം ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അത് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ 2-3 പേര് റിച്ചാർഡ് ഹ്യൂസ് ഒക്കെ വന്ന് പറയും പ്രീ സീസൺ മോശമായിരുന്നു. സ്ലോട്ട് പറയും ഇന്റൻസ് ട്രെയിനിങ് ആയിരുന്നു, ഇത് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറിയുടെ തലയിലിടും. അപ്പോൾ ഞാൻ പറയില്ലേ, ഇത് നമ്മള് എത്ര നല്ല ടീമാണ്. ഇപ്പൊ ഉള്ള സിറ്റി ടീമിന് ഒരു 5 കൊല്ലം കഴിഞ്ഞ് ടീം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു 5 കൊല്ലം മുമ്പുള്ള ലിവർപൂളിലുള്ള ഒരു 8 പ്ലേയേഴ്സ് ഇപ്പോഴും കളിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് വലിയ ചേഞ്ച് വന്ന സൈനിങ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. വന്ന സൈനിങ്സ് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയായിട്ട് ഞാൻ കാണുന്നില്ല. 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് റോബർട്ട്സൺ, വാൻ ഡൈക്ക്, 3 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കൊണാട്ടെ, ആർണോൾഡ്, മിഡ്ഫീൽഡിൽ നിന്ന് എല്ലാവരും പോയി. അല്ലാണ്ട് വേറെ ആരും അറ്റാക്കിലാണെങ്കിൽ 4 കൊല്ലം മുമ്പ് മേടിച്ച ജോട്ട, ലൂയിസ് ഡിയാസ്, ഇവരൊക്കെ അല്ലേ ഉള്ളത്. ആരെ പുതിയതുള്ളൂ? ഒരാളും ഇല്ല പുതിയത്. കഴിഞ്ഞ കൊല്ലം മേടിച്ച മിഡ്ഫീൽഡേഴ്സ് ഇപ്പോഴും മിഡ്ഫീൽഡേഴ്സിന്റെ കണക്ക് അവർ പറയുന്നത് 8 നിറച്ചുണ്ട്, 6 വേണ്ട. ഇവിടുത്തെ ലോജിക്കാണ്. മെക്കാലിസ്റ്റർ അവിടെ കളിക്കുന്നു, കുറെ പേര് കളിക്കും, ഇവർക്ക് അവിടെ കളിക്കാൻ പറ്റും. ബേസിക് ഒരു ഡി എം വേണ്ടേ? ഇപ്പൊ എല്ലാ ടീമിനും ഉണ്ട്, എല്ലാ നല്ല ടീമിനും ഉണ്ട് ഒരു ഡി എം. ഇപ്പൊ റോഡറി ആണെങ്കിലും എല്ലാ ടീമിനും ഡി എം ഉണ്ട്. ആകെ ഇല്ലാത്തത് ഡി എം ഇല്ലാത്ത ടീമുകൾ ഒരുമാതിരി തൊട്ടില്ല എന്നുള്ളല്ലോ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങളാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഒരു ഡി എം ഇല്ല, ബാഴ്സലോണ കളിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയാണ് ബാഴ്സലോണയ്ക്ക്. ബാഴ്സലോണയ്ക്ക് പിന്നെ അവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ മേടിക്കുന്നില്ല എന്ന് പറയാം. ഇപ്പൊ ഇന്ന് അത്ലറ്റിക് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല, പൈസക്ക് ഒരു പ്രശ്നമില്ല, വെറുതെ തട്ടിപ്പ്. കാര്യം ഉള്ള റവന്യൂ വെച്ച് സൈൻ ചെയ്യാം, ക്ലബിന്റെ ഉള്ള റവന്യൂ വെച്ച് സൈൻ ചെയ്യാം. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടി, അതിന് തന്നെ കിട്ടി 30 മില്യൺ. അത് വെച്ച് 30 മില്യണെങ്കിലും സ്പെൻഡ് ചെയ്യാം, അതുമില്ല. അത് കഴിഞ്ഞ് വേറെ പൈസ ഇല്ലെന്ന് പറയാം. പക്ഷെ ഒന്നുമില്ല, വെറുതെ എന്താ പറയാ, ഒന്നും നടക്കുന്നില്ല. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കാണാം. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും നമ്മൾ സപ്പോസ് ലൈനെ സൈൻ ചെയ്ത പോലെ നിങ്ങൾ ഒരു ദിവസം രാവിലെ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ എക്സിലൊക്കെ പുള്ളിനെ സൈൻ ചെയ്തു, വിൻഡോ ബ്രേക്ക് ചെയ്ത് എന്നാവട്ടെ. പക്ഷെ എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബ്രോ, ടേക്ക് കെയർ, ബൈ. ബൈ.